വീട്ടിൽ പ്രസവം കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 21 ദിവസത്തിനുള്ളിലാണ് രജിസ്ട്രേഷൻ്റെ ടൈം. തൊട്ടടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി രജിസ്ട്രേഷൻ ആയിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പോൾ വളരെ ലളിതമാക്കിയിട്ടുണ്ട്. 21 ദിവസത്തിനുള്ളിൽ കെ-സ്മാർട്ട് ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ അറിയിപ്പ് കൊടുക്കണം, ഇങ്ങനൊരു കുഞ്ഞ് ഇവിടെ ജനിച്ചിട്ടുണ്ട് എന്ന്. സ്വാഭാവികമായും പഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ ജോലി എന്താണ് എന്ന് വെച്ചാൽ അവർ വരിക, ഇങ്ങനൊരു ജനനം നടന്നോ എന്ന് അന്വേഷിക്കുക, മടങ്ങിപ്പോവുക. അത് റിപ്പോർട്ട് ചെയ്യൽ മാത്രമാണ് അവരുടെ പണി. അപ്പോൾ വീട്ടിൽ പ്രസവിച്ച ചില സ്ത്രീകൾ എന്തോ ഒരു ഭയപ്പാടോടുകൂടി നമുക്കറിയാമല്ലോ, ഏറ്റവും സ്വസ്ഥമായി പലപ്പോഴും പ്രസവങ്ങൾ നടക്കുന്നത് വീട്ടിലെ പ്രസവമാണ്. മനുഷ്യൻ്റെ ആരംഭം മുതൽ ഒരു 2 തലമുറയ്ക്ക് മുൻപ് വരെയും വീട്ടിൽ തന്നെയാണ് പ്രസവങ്ങൾ നടന്നത് എന്നതുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. ആകെ 1-1.5 ജനറേഷൻ, അത് മലയാളികളിലാണ് ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ച് ശീലം ഉണ്ടാകുക. അപ്പോൾ വീട്ടിൽ പ്രസവിച്ചാലുള്ള ആകെ പ്രോട്ടോകോൾ ഇതാണ്. പിന്നെ സ്വാഭാവികമായും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അണ്ടറിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാം. തീർച്ചയായും പ്രസവത്തിന് മുമ്പായാലും പ്രസവം കഴിഞ്ഞായാലും ആ ഉമ്മയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം സ്വസ്ഥതയാണ്, സമാധാനമാണ്. ആ സമാധാനം തകർക്കുന്ന തരത്തിൽ ഒരിക്കലും ആരോഗ്യ പ്രവർത്തകർ നിങ്ങളോട് സംസാരിക്കില്ല, സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കേണ്ട എന്താണ്, ഉമ്മയ്ക്ക് സുഖമാണോ, കുട്ടിക്ക് സുഖമാണോ, ഇതറിഞ്ഞിട്ട് മര്യാദയ്ക്ക് അവർ പൊയ്ക്കോളും. അതുകൊണ്ട് അവരെ വീട്ടിൽ കയറ്റാനൊന്നും നിങ്ങൾ വല്ലാതെ ഭയക്കണ്ട. സ്ത്രീകളെ മാത്രം കയറ്റിയാലും മതി. ഇതാണ് എൻ്റെ അഭിപ്രായം. നമ്മളങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇതല്ലാത്ത വിഷയങ്ങളെക്കുറിച്ചൊന്നും വല്ലാതെ നിങ്ങൾ കൺസേൺ ആകേണ്ട ആവശ്യമില്ല. പിന്നെ മറുപിള്ള കുഴിച്ചിടുന്ന സ്ഥലത്തെക്കുറിച്ച് കുഴിച്ചിടുന്നവർക്കൊരു ബോധ്യം വേണം. എവിടെയാണെന്ന് എന്തെങ്കിലും ഒരു അടയാളം വെറുതെ വെച്ചേക്കുക, അതൊരു വേസ്റ്റാണ്, സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഹെൽത്തുകാരിൽ നിന്ന് വിവരം കെട്ട ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും അനാവശ്യമായി നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലാത്ത എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ താല്പര്യമില്ല എന്ന് തുറന്നു പറയുക. ഓരോ പൗരൻ്റെയും റൈറ്റാണ്, അവകാശമാണ് റൈറ്റ് ടു ബി സൈലൻറ്റ്. ആർട്ടിക്കിൾ 19 പ്രകാരം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ചിൽ തന്നെ വരുന്നൊരു കാര്യമാണ് റൈറ്റ് ടു ബി സൈലൻറ്റ്. എന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ റിവീൽ ചെയ്യേണ്ട ഒരു നിർബന്ധിത സാഹചര്യവും ഇല്ല. അത് നിങ്ങളുടെ സ്വകാര്യതയാണ്. അതിലേക്ക് കടന്നു കയറാൻ നമ്മുടെ പണിക്കാരായ, നമ്മുടെ ജോലിക്കാരായ ഹെൽത്തുകാരെ, അവർ നമ്മുടെ വേലക്കാരാണ്, നമ്മുടെ വേല ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ ശമ്പളം കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കാര്യം അവരെ ധരിപ്പിച്ചാൽ മതി. നിങ്ങൾ വല്ലാതെ ആ വിഷയത്തിൽ കൺസേൺ ആകേണ്ട. സ്നേഹത്തിൽ എല്ലാവരും പെരുമാറുക, സ്നേഹത്തിൽ വന്നിട്ട് അവർ പൊയ്ക്കോട്ടെ. അസ്സലാമു അലൈക്കും.